ഈ സ്നോ കൺട്രി മണാലിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനുമായിട്ട് നമുക്ക് കാർ അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പോൾ റോത്തങ് പാസിലേക്ക് പോവുകയാണ്. ഇത് ട്രാഫിക്ക് ചെറുതായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ ഈ റോഡിലൊക്കെ മഞ്ഞുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സ്പൾബർ. സ്പൾബറിന്റെ ഫോട്ടോ പിടിക്കും. റൂപ് സിംഗ് അച്ഛാ ആദ്മി ഹെ. പുള്ളിയാണ് ഞങ്ങളെ 2 ദിവസമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ഇറങ്ങുന്നത്. ഇപ്പം ഞങ്ങളിന്ന് പോകുന്നത് റോത്തങ് പാസിലേക്കാണ്. റോത്തങ് പാസിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെ നോക്കൂ, നല്ല റാം സിംഗ് ഇപ്പുറത്തേക്ക് കാണിച്ചു. റാം സിംഗ് ഉണ്ട് ഇവിടെ. അളിയൻ റാം സിംഗ്. ശരിക്കും നമുക്ക് 2 രീതിയിലൂടെ ഇടാം. നോക്കൂ, ആ മഞ്ഞുമലയിലും മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം ഹോട്ടൽസ് ആണുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്. അതിൻ്റെ പേര് ഞാൻ തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പറയുക. അപ്പോൾ ഇങ്ങനെ ചുറ്റി വേണം വരേണ്ടത്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വോൾവോ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് റോത്തങ് പ്ലാസയിലേക്കാണ്. റൂപ് സിംഗ് ഞങ്ങളെ കൊണ്ട് പോവുകയാണ്. നമുക്ക് എത്ര മനോഹരമാണെന്ന്. ഇപ്പോൾ സമയം 10:30 ഇവിടെ റെൻ്റ് ബൈക്ക് എല്ലായിടം കിട്ടും കേട്ടോ. ബൈക്ക് റെൻ്റ് എടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങാം. ഞങ്ങൾ നാളത്തെ പ്ലാനാണ് ബൈക്കിൽ ചുറ്റിക്കിറങ്ങാം. പക്ഷേ ബൈക്ക് എടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ബൈക്കിൻ്റെ വീഡിയോ മൊത്തം പിടിക്കണം. കാര്യം തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ ഒരു പറ്റി. ഈ 3 സ്റ്റാർ ഫെസിലിറ്റിയുള്ള നമുക്ക് ഫുഡും 2 നൈറ്റ് ഡിന്നർ 2 ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഈ പാക്കേജ്, അതായത് 2 നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം, 3 പകലും കിട്ടും. പിന്നെ 2 ഡൽഹി ടു മണാലി വോൾവോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്ക് 5000 രൂപ പെർ ഹെഡാണ് കിട്ടിയേക്കുന്നത്. അതെന്തുകൊണ്ട് ലാഭമാണ്. മാത്രമല്ല നമുക്കിവിടെ വന്നതിന് ശേഷം നമുക്ക് റൂപ് സിംഗിനെ പോലുള്ളൊരു ടാക്സി 2 ദിവസത്തേക്ക് അവൈലബിൾ ആണ്. നമുക്ക് അവർക്ക് അവരുടെ പാക്കേജിനകത്തുള്ള ഡെസ്റ്റിനേഷനിലെല്ലാം നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ പെരുമാറ്റം വളരെ മനോഹരമാണ്. അതാ നോക്കൂ, നമ്മളിപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസാണ്.
ഞങ്ങൾ താമസിക്കുന്നത് അലിയോ ഹൈഡ്രൽ പ്രോജക്റ്റുള്ള സ്ഥലമാണ്. അലിയോ ഞങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ്. അലിയ ഒന്ന് ഓർത്തിരുന്ന് ഞങ്ങളാണ് ഈ സ്ഥലം കണ്ടെത്തുന്നത്. അലിയ വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മൗത്തറുമൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. മലയുടെ മുകളിൽ ധാരാളം നമ്മുടെ നാട്ടിലെ ഈ കോടമഞ്ഞ് വീഴുന്ന പോലെയാണ്. ഓരോ ദിവസത്തെ അനുസരിച്ചിരിക്കും. ടിബറ്റൻ ഫ്ലാഗ് കുളിച്ചു നിൽക്കുന്ന ബ്രിഡ്ജാണ്. നേരെ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മാൾ റോഡ്. നമ്മുടെ ഡ്രൈവർ സ്പാൾബറിന് കണക്ഷനുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളെ. അവിടെ നിന്ന് നമ്മൾ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് മഞ്ഞത്ത്, അതായത് മഞ്ഞിൽ കിടന്ന് കളിക്കുന്ന അവസരത്തിൽ നമുക്ക് എക്സ്ട്രീം കോൾഡ് ലോക്കാണ്. നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സ്പാൾബറിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ സോളാങ് പാസിലേക്ക് പോവുകയാണ്. സോളാങ് വാലി, സോളാങ് വാലി. ആണോ?
മുഴുവൻ മഞ്ഞാണ്.